തുടങ്ങാം. വാവ് ബിസ്മിയല്ലേ കടയില് പൊന്നെ. വാവ് മാഷാ അല്ലാഹ്. ഓ അടിപൊളി. ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ തൊട്ട് വൈകുന്നേരം ആവണ വരെ, അതായത് നമ്മൾ നോമ്പ് തുറക്കണ വരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പെലച്ചക്ക് വെച്ചിട്ട് കടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ കുറച്ച് പ്രകൃതി രമണീനോടൊക്കെ ഒന്ന് വർത്താനൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പതിയെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെയാണ് ഇവിടെ ഒരു പപ്പായ വൈത്ത ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. നിങ്ങൾക്ക് അതൊരു ഇത്രയും കൂടി നിറം വെച്ചിക്കണേ. അപ്പം ഇനി ഇത് നാളെ പറിക്കാന്ന് വിചാരിച്ച് ഇവിടെ വെച്ചാൽ ചിലപ്പോൾ നാളെ കിളി കുത്തിയാൽ ഞമ്മക്കിത് തിന്നാൻ കിട്ടൂല. ഈ പപ്പായ വന്ന് ആദ്യമായിട്ടൊരു പപ്പായ വൈത്തത് കിട്ടണേ. അപ്പൊ പിന്നെ അത് ഓൽ കൊടുക്കാൻ പറ്റൂലല്ലോ, ഞമ്മക്ക് തന്നെ വേണ്ടേ. പിന്നെ അത് ഇന്നലെ കണ്ട പാടന്നെ അജുത്തിന് കുറെ നനച്ചു കൊടുത്തിട്ടും ഇത് കവറിട്ട് കെട്ടി വെച്ചാലോ നമുക്ക്, അഥവാ കിളി കണ്ടാൽ കൊണ്ടുപോയാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൻ നീച്ചട്ടെ, എന്നിട്ട് ഓനെ കൊണ്ട് തന്നെ വറപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ രമണിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്നപ്പോ ദാണ്ട് ഇവിടെ ഒരു രമണന് എണീച്ച് വന്ന് കുത്തിർന്നിട്ട് കേട്ടോ. ഇത് പെലച്ചക്കൊന്നും എണീക്കാത്ത രമണനാണേ. അതുകൊണ്ട് പിന്നെ രാവിലെ നേരത്തെ കാലത്ത് ആൾ എണീക്കും. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആൾക്ക് വലിയൊരു ഇഷ്ടക്കുറവൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നാളെ ഞാനത് പല്ലൊക്കെ ഒന്ന് തേച്ച് സെറ്റാക്കി കൊണ്ടുവന്നിക്കണേ. ഇന്നിപ്പോ നൈസറിപ്പൊടി കുറുക്കിയത് മതി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ എന്നാ പിന്നെ അത് ഉണ്ടാക്കിയിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ചുകൊണ്ട് ആറ്റി കൊണ്ടിരിക്കണം കേട്ടോ. രാവിലെ ഞാൻ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കലൊന്നുമില്ല. എന്തെങ്കിലും തലേ ദിവസത്തെ കടിയൊക്കെ ആണെങ്കിൽ പത്തിരി അങ്ങനത്തെ ആണെങ്കിൽ ചിലപ്പോൾ അത് ബാക്കി ഉണ്ടാകും. അപ്പൊ പിന്നെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കുറുക്കിയതോ പിന്നെ വല്ല റവ ഉപ്പുമാവോ അല്ലെങ്കിൽ വല്ല ഓട്സ് ഉണ്ടെങ്കിൽ അത് കുറുക്കി കൊടുക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് സെറ്റ് ആക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് സെറ്റ് ആയപ്പോഴേക്കും നമ്മൾ അജു തീച്ചു വന്നിങ്ങനെ കേട്ടോ. വന്ന തന്നെ കറുത്ത മരത്തിനെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലെവൻ പെലച്ചൊക്കെ കഴിച്ച് കടന്നുറങ്ങിയതിന് അതിലിടക്കൊന്ന് മൂത്രയിക്കാൻ വേണ്ടി നീച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടാ പപ്പായ പറിച്ചാനയക്കുന്നതാണ്. അപ്പൊ പിന്നെന്താ ഒന്നും നോക്കിയില്ല, ഓനെ ആ ഒരു ഉറക്കപ്പിച്ചിൽ തന്നെ വന്നതാണ് കേട്ടോ. ബിസ്മിയല്ലേ കടയില് പൊന്നെ. വാവ് മാഷാ അല്ലാഹ്. ഓ അടിപൊളി. ഇനി ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇതായി എങ്ങനെ തുടങ്ങിക്കണം. ഇനി വെച്ചാൽ ചിലപ്പോൾ കിളി കുത്തും. വാവ് ഞമ്മക്ക് പിന്നെ റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും അലക്കണ പരിപാടി രാവിലെ അങ്ങനെ തീർക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു സമാധാനം ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വെയിലും ആവും. റമദാൻ ആയതുകൊണ്ട് ഒന്നുകൂടി നേരത്തെയാണ് കേട്ടോ രാവിലെ അലക്കല് കാര്യങ്ങളൊക്കെ. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ചൂടും പൊകയും ഒന്നുമില്ലല്ലോ. അപ്പം ഞാൻ വേഗം അലക്കലൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ പെലച്ചക്ക് പാത്രങ്ങളൊന്നും മോറിയിട്ടുണ്ടായില്ല. രാവിലെ ഒന്നിച്ച് മോറാ വെച്ചിട്ട് അപ്പം ഇങ്ങനെ മടി പിടിച്ചങ്ങനെ വെച്ചതാണേ. പിന്നെ രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തതും ഒക്കെ ആയിട്ട് ഇന്ന് അജുവിന് നോമ്പുണ്ട്. നീ കുട്ടിക്കും ചെനക്കുട്ടനെ ഉള്ളൂ കേട്ടോ ഇല്ലാത്തത്. അപ്പം എന്തായാലും ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വേഗം മോറി എടുത്തത് കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഒന്ന് ഇടയ്ക്കര പോവാണ്ട് കേട്ടോ. നമുക്ക് പെരുന്നാളിന് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നോമ്പ് തുറന്നിട്ട് പോകാന്ന്. അപ്പൊ കുഞ്ഞുട്ടി പറഞ്ഞു നോമ്പ് തുറന്നാൽ പോയെങ്കും അപ്പൊ രാവിലെ തന്നെ പോകാം, ഒരു 8:30 ആകുമ്പോഴത്തേന് ഒരുങ്ങിക്കൂണ്ടി അപ്പൊ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 8:30 8:30 എന്നാ പിന്നെ വേഗം ആ സമയമാകുമ്പോഴത്തേന് നമ്മളിതെല്ലാതും തട്ടിക്കൂട്ടി സെറ്റാക്കും വേണം. ഞാൻ പിന്നെ പകല് കുട്ടികൾക്ക് കഞ്ഞി കാര്യങ്ങളൊന്നും വല്ലാണ്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഒരുക്കായിട്ട് സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവരതൊന്നും കഴിക്കൂല. പകല് നമ്മളിങ്ങനെ ഒന്നും തിന്നാതെ കുടിച്ചാലും നടക്കില്ലേ. അപ്പൊ പിന്നെ ബിൽക്കുത് തിന്നാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ വെറുതെ കഞ്ഞി വെച്ചാലും അത് വെറുതെ കാടിയിട്ടിടണം. അതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ എന്തായിട്ടും തലേ ദിവസത്തെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കി, അതിനിപ്പോൾ വല്ല പഴമോ മുട്ടയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാട്ടി കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി അങ്ങനെ കൊടുക്കലാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഉണ്ടാക്കി വെച്ചാൽ അതിങ്ങനെ ബാക്കിയാകണേ, ഇവർക്ക് തിന്നാൻ തോന്നൂല. പിന്നെ നോമ്പ് തുറക്കുന്ന നേരത്ത് എല്ലാവരും കൂടി ഒപ്പിരുന്നിട്ടൊരു നോമ്പ് പറയണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. അതുകൊണ്ട് രാവിലത്തെ ആ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ പെട്ടെന്നൊന്ന് തീർത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ നമ്മളെ തൊടിയും കാര്യങ്ങളും
സംഗതി എല്ലാതും സെറ്റാക്കി ഒരു 8:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ മാറ്റി ഒരുങ്ങി എല്ലാവരും ഒരുക്കി മാറ്റി സെറ്റാക്കി ഇറക്കിക്കണം കേട്ടോ. ഇനി ഞങ്ങൾ പോയിട്ടേ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിലും വല്ല കടയിലൊക്കെ പോയി വല്ലതും പർച്ചേസ് ചെയ്യണത് കാണാനുള്ള യോഗമൊന്നും നമ്മുടെ ചാനലിൽ ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ഇങ്ങനെ വഴിയെ വഴിയെ മാറ്റിയിട്ടാണ്. എന്തായാലും ഞങ്ങൾ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടേനു, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗ്യാസപ്പും അടുപ്പും പാത്രങ്ങളും. ഇന്ന് ഞങ്ങൾ ഇപ്പച്ചിന്റെ കൂടെയാണ് പർച്ചേസിങ്ങിന് പോയത് എന്നതിന്റെ തെളിവാണ് കേട്ടത്. ഇപ്പച്ചിന്റെ ഒപ്പം പോകുമ്പോൾ ഓൾക്ക് ഇപ്പച്ചിനെ സോപ്പിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടാവും. അപ്പൊ പെണ്ണിന് കിച്ചൺ സെറ്റും മറ്റുള്ളവർക്ക് ഓരോ വണ്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇഞ്ചൊപ്പം പോകുമ്പോൾ ഇങ്ങനത്തെ ഈ വക ആഗ്രഹങ്ങളൊന്നും ഓൾക്ക് ഉണ്ടാവില്ല, കാരണം ഞാനതൊന്നും നിറവേറ്റി കൊടുക്കൂല എന്ന് ഓൾക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഒപ്പം പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു പരാധീനതകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു കാര്യം വാങ്ങി തരുമെന്ന് ചോദിക്കൂല, അത്യാവശ്യമുള്ളത് വല്ലതും വാങ്ങിക്കൊടുക്കും. ഇങ്ങനത്തെ കൊണ്ട് കളിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതൊക്കെ 2 ദിവസം കൊണ്ട് പോലെ ഇരുമ്പ് കരിമ്പാക്കി തരും. പിന്നെ ഞാൻ പഠിച്ചണ വല്ല ബുക്ക്, കളറിങ് ബുക്ക് അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാറ്. അതൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മണ്ടി കയറുമല്ലോ, അത് വിചാരിച്ചിട്ട്. ഇത് ഇപ്പച്ചിയാണ് ഇങ്ങനത്തെ സാധന സാമഗ്രികൾക്കൊക്കെ വളം വെച്ച് കൊടുക്കണം കേട്ടോ. ഓല് ഇപ്പച്ചിനെ കൊണ്ട് ഇപ്പച്ചിയെ അങ്ങോട്ട് സോപ്പ് ഇടുമ്പോൾ തന്നെ ഇപ്പച്ചിയാണെങ്കിൽ ആ സോപ്പിലും ഇങ്ങോട്ട് മയങ്ങും ചെയ്യും. അപ്പൊ പിന്നെ ഓൽക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികളൊക്കെ ഓല അങ്ങനെ ഇങ്ങോട്ട് ഇസ്കി വാങ്ങണതാണ് കേട്ടോ. നമ്മൾ കാര്യമായിട്ട് ഇതിനൊന്നല്ല പോയത്, ഈ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ ചെറിയ രീതിയിലുള്ള ഒരു പർച്ചേസിങ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2500 രൂപക്ക് എല്ലാവർക്കും പാടെ ഡ്രസ്സ് ഒപ്പിച്ച് കണ്ടാണ് കേട്ടോ ഇത്തവണത്തെ പർച്ചേസിങ്. അതെന്താന്ന് വെച്ചാല് നമുക്ക് ഇനി പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത മാസമല്ല, അതിന്റെ അടുത്ത മാസം, അതായത് മെയ്യില് ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പൊ ആ കല്യാണത്തിന് നമുക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പൊ അതുകൊണ്ട് ചെറിയ പെരുന്നാളിന് നമ്മൾ മിനിമലാക്കിയതാണ് കേട്ടോ. തലേ ദിവസം അന്നും ഒക്കെ ഒരു കളർ കോഡ് ഉണ്ട് കേട്ടോ, കളർ തീം ഉണ്ട്. അപ്പൊ തലേ ദിവസം ബ്ലാക്കും കല്യാണത്തിന്റെ അന്ന് വേറൊരു കളറുമാണ് കേട്ടോ എല്ലാരും പാടെ തീരുമാനിച്ചു വെച്ചിരിക്കണത്. അപ്പൊ ബ്ലാക്ക് നീയക്കുട്ടിക്ക് ഉണ്ട്, അതുകൊണ്ട് നീയക്കുട്ടിക്ക് സാധാരണ നോർമൽ ആയിട്ട് ഇങ്ങനെ ഒരു ഉടുപ്പാണ് എടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് ബ്ലാക്ക് എടുക്കാഞ്ഞത്. ബ്ലാക്ക് ഒരു കൂട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് ഒരു പുതിയ തന്നെയാണ്. അപ്പൊ അത് കല്യാണത്തിന്റെ തലേന്ന് ഇടാന്ന് വിചാരിച്ചിട്ട് ബാക്കി എല്ലാവർക്കും പിന്നെ ബ്ലാക്കിലാണ് കേട്ടോ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് കുഞ്ഞുട്ടിന്റെ ഷർട്ട്. ഓൾക്കൊക്കെ ഷർട്ട് മാത്രമാണ് എടുത്തത്. പാൻറ്റൊക്കെ ഉള്ളത് തന്നെ വെച്ചിട്ട് ഇനിയിപ്പോ എന്തായാലും കല്യാണത്തിന് നമുക്ക് നല്ലൊരു പർച്ചേസിങ് മിക്കവാറും വേണ്ടി വരും. അപ്പം എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇത്തവണ ഇങ്ങോട്ട് മിനിമലാക്കിയതാണ് കേട്ടോ ഞാന്. അപ്പോൾ അജുവിന് ഇത് അങ്ങനെ ഒരു ഷർട്ട് പാൻറ് എടുത്തിട്ടില്ല. അജുവിന് ബ്ലാക്ക് പാൻറ് ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ അത് മതിയമ്മ, ഇനിയിപ്പോൾ കല്യാണത്തിന് വേറെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പൊ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ അപ്പോൾ ഓനുള്ള ഷർട്ടാണ് അത്. പിന്നെ എന്താ എന്റെ ഡ്രസ്സ് കാണിച്ചു തരണ്ടേ. ഞാൻ ഓൺലൈനിൽ 1-2 പ്രാവശ്യമൊക്കെ തപ്പിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, പക്ഷെ എനിക്ക് വിചാരിച്ച മാതിരി സെറ്റ് ആയില്ല. ഞാൻ 2 പ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് വന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ റിട്ടേൺ അയച്ചു കേട്ടോ. കാരണം ഞാനൊരു 1000-ന് ചൂട് ഒരു 800 റേഞ്ചിലുള്ള ഒരു ചുരിദാറൊക്കെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് വന്ന സമയത്തേ പറ്റിയ ആ ഒരു പൈസക്കും ഇല്ലാത്തൊരു സാധനം. ഒരു ഇടലൊക്കെ ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് കൈക്കല പിടിച്ചാൽ പറ്റും, അത്രേ ഉള്ളൂ അതിന്റെ ക്വാളിറ്റി. അപ്പൊ 2 പ്രാവശ്യം ഞാൻ ആദ്യം ഒന്ന് റിട്ടേൺ ചെയ്ത് വീണ്ടും വേറെ ഒന്ന് ഓർഡർ ചെയ്ത് അത് വന്നത് ആ ഫസ്റ്റ് വന്ന അതേ സെയിം സാധനം റീപാക്കിങ് ചെയ്ത് കണ്ട് അയച്ചു. അതിൽ വീണ്ടും ഞാനത് റിട്ടേൺ അടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ തൽക്കാലം ഞാൻ ഓൺലൈനിൽ നിന്ന് ഇപ്രാവശ്യം പർച്ചേസ് ചെയ്യണില്ലാതെ തീരുമാനിച്ചു. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ ഭാഗ്യ പരീക്ഷണത്തിൽ നിൽക്കാൻ സമയമില്ല, പെരുന്നാളാവാനായല്ലോ. അപ്പോൾ ഇതൊരു 900 ചില്ലറായിട്ടോ, അതിന് 1000 ആയിട്ടില്ല. അപ്പം 3 പീസ് കുർത്ത സെറ്റാണ് കേട്ടോ. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബ്ലാക്ക് വേണം എന്നുള്ളതാണ് ഞങ്ങളൊരിത്. ബ്ലാക്ക് ആർക്കും ഉണ്ടായിട്ടില്ല കേട്ടോ, നീ കുട്ടിക്ക് ഒഴികെ. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ബ്ലാക്ക് തലേ ദിവസം സിമ്പിളായിട്ട് നമുക്ക് എന്താണ് ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റിയ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ആണ് വാങ്ങിയത്. അപ്പൊ ഇതാണ് എന്റെ ബ്ലാക്ക് ഡ്രസ്സ് കേട്ടോ. കുഞ്ഞുട്ടി ആദ്യം പറഞ്ഞു നിങ്ങളെ ഡ്രസ് കോഡൊന്നും ഞാൻ കൂടൂല, നിങ്ങളെ യൂണിഫോം മാതിരിയല്ല ഒരേപോലത്തെ കളർ ഇടാനൊന്നും ഇനി കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മള് ഡ്രസ് കോഡ് പോലെയല്ല, കളർ കോഡ് പോലെയാണ് കേട്ടോ. എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സ് അങ്ങനത്തെ കോഡല്ല, ഒരു ബ്ലാക്ക് കളർ വരണം അത്രേ ഉള്ളൂ. അതിനിപ്പോ പ്രിന്റഡ് ആയാലും എങ്ങനത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഒരു ബ്ലാക്ക് ഒരു ബ്ലാക്കിഷ് വരണം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് കേട്ടോ. ജനിക്കുട്ടൻ്റെ അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചിരുന്നില്ലല്ലോ, ജനിക്കുട്ടൻ ഓൺലൈനിൽ നിന്ന് തന്നെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഓന് പുതിയൊരു ട്രൗസർ ഉണ്ട്,
ബ്ലാക്ക്. അപ്പം എനിക്ക് ഞാനൊരു ടീഷർട്ട് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടിക്കും എനിക്കും ഒക്കെ ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് അപ്പം ഞങ്ങളത് രണ്ടാളതും ശരിയായില്ല. അപ്പം ജനിക്കുട്ടൻ ഒറ്റ ടൈക്കിൽ തന്നെ ശരിയായും ചെയ്തു കേട്ടോ. വിചാരിച്ച പോലെ തന്നെ നല്ലൊരു അടിപൊളി ഷർട്ട് കിട്ടി, നല്ല ക്വാളിറ്റി ഒക്കെ അല്ലേ. അപ്പൊ പിന്നെ ജനിക്കുട്ടന് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെങ്ങായിക്ക് പൊടിയടക്കാത്തോണ്ട് തിരക്കിടില്ല, അല്ലെങ്കിൽ എനിക്ക് മാത്രം വാങ്ങിയില്ലെന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കൂലേ. പിന്നെ നീയക്കുട്ടിക്ക് ഇതൊക്കെ കാണിച്ചു തരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിച്ചു തരാണ് കേട്ടോ. ഒക്കെ പൂമ്പാറ്റ വാങ്ങിയിട്ടുണ്ടേനെ. ആദ്യം ഇങ്ങനത്തെ ഒരു പൂമ്പാറ്റയൊക്കെ ഉണ്ടായിന് നോക്ക്, അതൊക്കെ വേഗം കേടെത്തി. പക്ഷെ ഇപ്പൊ പിന്നെയും ചില കുട്ടികളുടെ തലയിലൊക്കെ പൂമ്പാറ്റ കാണുമ്പോൾ ഒക്കെ ഒരു പൂതി. അപ്പൊ പിന്നെ ഓക്ക് ഓളെ പൂതിക്കും വേണ്ടി ഒരു പൂമ്പാറ്റ വാങ്ങിയതാണ്. ഈ ചിറകുമ്പത്തെ ഈ തുങ്ങലും സാധന സാമഗ്രികളൊക്കെ ചിലപ്പോൾ നാളെ തന്നെ പറഞ്ഞു പോരും. പക്ഷേ എന്നാലും ഓളെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ എങ്ങോട്ടേലും പോകുമ്പോ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വള. ഞാൻ ഓരോ ഡ്രസ്സക്ക് ഓരോ കളർ വള അങ്ങനെയൊന്നും വാങ്ങലില്ല കേട്ടോ. ഞാൻ എപ്പോഴും വാങ്ങുക ഒന്നില്ലെങ്കിൽ ഗോൾഡന് അല്ലെങ്കിൽ സിൽവർ. അതാകുമ്പോൾ എല്ലാത്തിനും മാച്ചാക്കിയിട്ട് ഇടാൻ പറ്റും. എങ്ങോട്ടേലും പോകുമ്പോൾ ഇടണമെന്ന് മാത്രമാണ് കേട്ടോ ഇങ്ങനെ കല്ലും മുത്തൊക്കെ വെച്ചിട്ടുള്ളത് വാങ്ങുക. അല്ലാത്ത പേരിലൊക്കെ ഇടാൻ സ്കൂൾക്ക് ഇടാനൊക്കെ നോർമൽ പ്ലാസ്റ്റിക്കിന്റെ വളയൊക്കെയാണ് ഞാൻ വാങ്ങിക്കൊടുക്കുക. പിന്നെ എനിക്കും വള വാങ്ങി ഇന്റെ വള കാണിച്ചു തരണ്ടാന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ ഓള വള കുത്തി തിരികെ കൊണ്ടുവന്ന് കാട്ടി തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മളെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഉച്ച കഴിഞ്ഞതാ വന്ന് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിൽ കയറുന്നത്. ഒരു പഴംപൊരിക്കുള്ള മാവാണ് ആ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത്. കണ്ട വല്ല പൊറാട്ടൻ്റെ മാവ് അടിച്ചുള്ള ലാഘവത്തിലാണ് ഞാനത് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തൊരു വിരാതിലും അച്ചാതി മിക്സിങ് ഒക്കെ ചെയ്തത് കിച്ചൺ അറിയില്ല. ഞാനാണെങ്കിൽ പോയത് നമ്മൾ 8:30 സമയത്താണല്ലോ. പക്ഷെ തിരിച്ചു വന്നത് ഒരു 11 മണി 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്ന് സെറ്റായി കിട്ടണ്ടേ. അപ്പൊ ആ നല്ല വെയിലും കൊണ്ട് വന്നത് എനിക്ക് നല്ല ഓണേറ്റിട്ടുണ്ടായിരുന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നല്ലൊരു ഉറക്കുറങ്ങി നീച്ചിട്ടൊന്നും എന്റെ തലവേദന അങ്ങോട്ട് മാറുന്നുണ്ടായില്ല. പിന്നെ അജുവിനും ഒക്കെ നോൽമ്പതില്ലതല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ പിന്നെയാണ് കിച്ചണിൽ കയറിയിട്ടോ. പിന്നെ പോണിന്റെ മുന്നേ തന്നെ ഞാൻ അപ്പത്തിനുള്ള അപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അരിയൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് പോയത് കേട്ടോ. അപ്പം ഉണ്ടാക്കാം, പിന്നെ എഗ് റോസ്റ്റും ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ സെറ്റാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ച്. പഴംപൊരി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പഴംപൊരിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇതിലെ ഇങ്ങനെ പഴംപൊരി അല്ലേ, പഴം വന്നിട്ടുണ്ടേനി കേട്ടോ. 4 കിലോന് 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ വാങ്ങി വെച്ചതാണ് കേട്ടോ. മക്കൾക്ക് ഇവിടെ വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ലാഭത്തിൽ കിട്ടുമ്പോൾ ആദായത്തിൽ കുറച്ചങ്ങനെ വാങ്ങി വെക്കണതാണ് ഞാൻ. അപ്പൊ പിന്നെ ഒന്നും പഴംപൊരി തന്നെ മതിയായിരുന്നു. അപ്പൊ പിന്നെ പഴംപൊരി തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പൊ എല്ലാ പൊരിയും കാര്യങ്ങളൊക്കെ ഈ ചട്ടിയിലാണ് കേട്ടോ നടക്കുന്നത്. കാരണം ഈ ചട്ടി ക്ലീൻ ചെയ്യാൻ എളുപ്പമാണല്ലോ. വേറെ സ്റ്റീലിന്റെ ചട്ടിയിലൊക്കെ ആകുമ്പോൾ സൈഡിൽ കൂടെ ഒക്കെ ആയിട്ട് നമുക്കത് ക്ലീൻ ചെയ്യല് കുറച്ച് വലിയ പണിയൊന്നുമില്ല. പക്ഷെ എന്നാലും ക്ലീൻ ചെയ്തെടുക്കണല്ലോ. അപ്പൊ ഇതാവുമ്പോ അത്രയും പണിയില്ല. അപ്പൊ പിന്നെ ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ഫ്രൈയിങ് കാര്യങ്ങളൊക്കെ എപ്പോഴും ഇതിൽ തന്നെയാണ് ചെയ്യുക. അപ്പൊ ഇതിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ രീതിയിലാക്കിയിട്ട് പഴം പൊരിച്ചെടുക്കണത് കേട്ടോ. അപ്പൊ ഇത് പൊരിക്കാൻ നല്ല അടിപൊളിയാണ്, എണ്ണ ഒരുപാട് കുടിച്ചുമില്ല. പിന്നെ ഇതിന്റെ അളവ് എത്രയെന്ന് ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ കമന്റിൽ ചോദിക്കലുണ്ട് കേട്ടോ. ഇന്നലെ ഇപ്പൊ ഒരാൾ ചോദിച്ചേ ഈ ഒരു ചട്ടിന്റെ അളവ് എത്രയാണ് എന്നുള്ളത്, ലിറ്റർ എത്ര ലിറ്റർ കൊള്ളും എന്നുള്ളത്. അപ്പോൾ 1.4 ലിറ്റർ എന്നാണ് അതിമ കാണുന്നത് കേട്ടോ. ആ ഒരു ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പൊ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നീളമുണ്ട്, വീതി ഉണ്ട്, എത്ര അതിൽ കൊള്ളും, കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റും കേട്ടോ. അപ്പം പിന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ ആ ഒരു ബുഷ്റ 12 എന്നൊക്കെ പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 12% ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ കൊടുക്കേ 1050 രൂപ എങ്ങാണ്ടാണ് കേട്ടോ ആ ഒരു ചട്ടിക്ക് വില കാണുന്നത്. പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു കണ്ട് ഞാൻ രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പോണിന് മുന്നേ തന്നെ അപ്പത്തിന് അരിക്ക് വെള്ളത്തിൽ കിട്ടിച്ചിട്ട് അരി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇത് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാല് അപ്പം ഒന്നും ഉണ്ടാക്കണ്ട, പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുട്ടി. ഇപ്പൊ എനിക്ക് തലവേദനയല്ലേ, അപ്പൊ അതുകൊണ്ട് പൊറാട്ട ദിൽഷാദിന്റെ വണ്ടിയാണിത്. താറോ അപ്പളേ എന്താ പൊറാട്ട കൊണ്ടുവ, അതേപോലെ തന്നെ എന്നാ മുട്ടക്കറി വേണ്ട ചിക്കൻ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ചിക്കന് തേങ്ങരച്ച് കറി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ കറിയും സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഇത് ചൂടാറി കഴിഞ്ഞാൽ അപ്പം ഈ ഒരു ചട്ടിയിൽ നിന്ന് ഒഴിച്ചു വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ചട്ടി കഴുകിയിട്ട് പുറത്ത് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് കൊണ്ടുപോയി വെക്കും. അല്ലെങ്കിൽ ഞാൻ വെള്ളം എന്തെങ്കിലും ഒരു
കഷ്ണം വെച്ചിട്ട് തുളച്ച് വൃത്തിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ ആകുമ്പോൾ തുരുമ്പ് പിടിക്കുന്ന പ്രശ്നമില്ല. പിന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് മാറ്റണം. അത് കുറച്ച് ഒരു കാലം മാത്രം കേട്ടോ, നമ്മളേറ്റൊന്ന് ആ ഒരു ചട്ടി ഇണങ്ങി വരുന്നത് വരെ. പിന്നെ എനിക്ക് തലവേദനയൊക്കെ ആയത് പ്രമാണിച്ച് എൻ്റെ കാക്കു നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ജ്യൂസൊക്കെ ഞാൻ അടിച്ചോളാം, സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആള് വത്തക്കൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ചട്ടി ഉണ്ടല്ലോ, കാണുമ്പോൾ നമുക്ക് ചെറുതൊക്കെ ആണെങ്കിലും ആ 150 സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. കാരണം ആ ഒരു ചട്ടി നല്ല കട്ടിങ്ങനൊക്കെ ഉണ്ടായിട്ട് നല്ല ക്വാളിറ്റിയിലെ ചട്ടിയാണ്. പിന്നെ അതാ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ നമ്മൾ കറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തരക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോൾ വറുത്തെടുക്കാനൊന്നും നേരമില്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് വറുത്തരക്കാത്തത് ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ അതൊന്ന് വറവും കൂടി ഇട്ടിട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഉള്ളിയൊന്നും വഴറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ടായിനിന്ന് നല്ലൊരു തലവേദന ഉള്ളതുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും വേണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ അതാ വേറൊരു ഒപ്പിക്കൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ബാഗാണല്ലോ കേട്ടോ, പ്ലാസ്റ്റിക്കിന്റെ കവറിൻ്റെ ഉള്ളിൽ ബുക്കൊക്കെ ഇട്ടിട്ട് ഇതിലെ നടക്കേനെ. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ പിന്നെ ആൾക്ക് കുറവായി, വേഗം പോയിട്ട് അതൊക്കെ ഊരിയിട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് ആരൊക്കെയോ കുറേ ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഷെയ്മേടാണെന്നൊക്കെ ഓനെങ്ങനെ മനസ്സിലായി തുടങ്ങി തോന്നുന്നുണ്ട് കേട്ടോ. വേഗം അതൊക്കെ കൊണ്ടുപോയി ഓന് വലിച്ചിട്ട് ഇപ്പൊ കയ്യുമ്പോൾ പിടിച്ചുകൊണ്ട് നടക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നീയക്കുട്ടിൻ്റെ കയ്യിലുള്ള പാവക്കുട്ടിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിനെ കണ്ട് ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല ഓല അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഓരോരോ കിസ്മത്തും പരിപാടിയായിട്ട് നടക്കുന്നുണ്ട്. ഞാനേ നമ്മളെ പരിപാടിക്ക് വീണ്ടും തിരിച്ചു തരാം. നമ്മളെ പപ്പായ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ തൊട്ട എന്താ പറയാ അടുക്കളൻ്റെ വാതിൽക്ക് തന്നെ ആണെങ്കിലും ഞാൻ ഇതിന് വളമൊന്നും ഒഴിച്ചു കൊടുക്കലില്ല കേട്ടോ. പക്ഷെ എന്നാലും അയിമന്ന് എന്തെങ്കിലുമൊക്കെ എന്താണ് ഒരു കായ്ഫലൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഒടുക്കത്തെ സന്തോഷം ശുഷ്കാന്തിയൊക്കെയാണ്. പക്ഷെ ആ ശുഷ്കാന്തി അതൊന്നും വളർത്തിയെടുക്കാൻ ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ പപ്പായ ജ്യൂസ് അടിച്ചാൽ നമുക്ക് അജു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞേ വേണ്ട പപ്പായ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം, അതിൻ്റെ റിയൽ ടേസ്റ്റ് എന്താണെന്നൊക്കെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഇത്തിരി വത്തക്കയും കൂടി കട്ട് ചെയ്ത് വെച്ചാൽ നമ്മളെ സംഗതികളൊക്കെ സെറ്റായിട്ടോ. പിന്നൊന്ന് കടിയൊന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ചോറൊക്കെ വെച്ചിട്ടുണ്ടേനി കേട്ടോ. എന്നാൽ ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേന് എല്ലാതും കൊണ്ട് സെറ്റാക്കിയാൽ പിന്നെ നമുക്ക് റെസ്റ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഒന്ന് പൊറാട്ടയൊക്കെയാണ്, ചിലപ്പോൾ എനിക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ പൊറാട്ടയൊന്നും പറ്റില്ല. ഒരു തുള്ളി കഞ്ഞിൻ്റെ എന്തെങ്കിലും കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കഞ്ഞിയൊക്കെ സെറ്റാക്കി എല്ലാം റെഡിയാക്കി കേട്ടോ. അങ്ങനെ ഞാൻ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കണ്, അതും ഞാൻ തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോ മറ്റവർക്ക് അവിടെ നല്ലൊരു പണിയുണ്ട്, അതെന്താന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ വത്തക്ക ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇന്നും. ഇവിടെ മിക്കവാറും ദിവസം വത്തക്ക തന്നെയാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാകുക. കാരണം വത്തക്ക ഇവിടെ എല്ലാ ദിവസവും വേണം. വത്തക്ക എന്ന് പറയുമ്പോൾ നമ്മളെ വാട്ടർ മെലണേ, അപ്പൊ അത് ജ്യൂസ് അടിച്ച അവിടെ എല്ലാവർക്കും ഇഷ്ടമാണേനും. അപ്പോൾ അത് ജ്യൂസ് അടിക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ചെയ്യുമല്ലോ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞാൻ മിക്കവാറും ദിവസം അതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് 4 ക്ലാസ്സും പിന്നെ സെനിക്കുട്ടനാണ് അത് വേറെ ക്ലാസ് കൊണ്ടുവന്നത് കേട്ടോ. ചില ദിവസം ഞങ്ങൾ ആ ക്ലാസ്സിൽ കുടിക്കും, അല്ലെങ്കിൽ പിന്നെ എന്താ എനിക്ക് മാത്രം ഒരു വേർതിരിവ്, അത് പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഇത് ഞാൻ വാങ്ങി ഇങ്ങോട്ട് കുടിച്ചും ചെയ്യും കേട്ടോ. സംഗതി ഒന്നുമല്ല, പൊട്ടുന്ന ക്ലാസ് ആയതുകൊണ്ട് ഓരോ കയ്യിൽ കൊടുത്താൽ ചിലപ്പോൾ പൊട്ടിച്ചേരും. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ച അടുക്കള അതാ വീണ്ടും പരത്തി കൊണ്ട് നിൽക്കണേ. അതിലൊക്കെ നിന്ന് 2 മറ്റേ പേരക്ക ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ടേനി. എന്നിട്ട് ഇപ്പം അത് ജ്യൂസ് അടിച്ചിട്ട് ഇതാ അതിൻ്റെ തോടിൽ തന്നെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ഏതോ റീലൊക്കെ കണ്ട് അതിൽ കണ്ടിട്ട് പയറ്റണ ഓരോരോ ഇതാണ് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടേനി എടുത്ത് അതുപോലെ കിച്ചണ് ക്ലീൻ ആക്കണം എന്നുള്ളത്. അപ്പോൾ ഓല് വീണ്ടും അതുപോലെയൊക്കെ ക്ലീൻ ആക്കിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ ദാ ബാങ്കൊക്കെ കൊടുത്തു. ഇനി ഞങ്ങൾ നോമ്പ് തുറക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെനിക്കുട്ടന് ഇന്ന ഗ്ലാസ് വാങ്ങിയിട്ട് ഓന്റെ ഗ്ലാസ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. എല്ലാവർക്കും ഒരേ മാതിരിക്കത്തെ ഗ്ലാസ് ഉണ്ടാകുമ്പോൾ ഇന്ന മാത്രം എന്താണ് ഒരു ഒറ്റപ്പെടുത്തൽ എന്നാണ് ഓന്റെ നിഗമനം. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ ഓനക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ആ വിട്ടൊക്കെ പിടിച്ചിട്ടേ കയ്യെന്തെങ്ങാനും പോകുമോ പൊട്ടോ എന്നൊക്കെയുള്ളൊരു ബേജാറോണ്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാത്തത്. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ വിശേഷങ്ങള്. വീഡിയോ തൽക്കാലികം ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്താൻ കേട്ടോ. അപ്പൊ എനിക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. Bye bye.